ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. വിജ്ഞാന കേരളം മെഗാ തൊഴിൽമേള അഭിമുഖത്തിനെത്തിയത് 8000 പേർ. 1100-ലേറെ പേർക്ക് ജോലി ലഭിച്ചു. 3000-ലേറെ പേർ ചുരുക്കപ്പട്ടികയിൽ. അറിയാനും അറിയിക്കാനും അക്ഷരമുറ്റം കുട്ടികളെ പ്രേരിപ്പിക്കുന്നു. മെഗാ ഇവന്റ് ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി. ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങി ബാങ്ക് വഴി ശനിയാഴ്ച തന്നെ എത്തി. ഇറാനിൽ കമാൻഡർമാരായ സയ്യിദ് ഇസാദിയെയും ബഹ്നാം ഷെഹരിയെയും വധിച്ചതായി ഇസ്രായേൽ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം ജനകീയ തൊഴിൽ ക്യാമ്പയിന്റെ ഭാഗമായ കണ്ണൂർ ജില്ലാതല മെഗാ തൊഴിൽമേളയിൽ 1100-ലേറെ പേർക്ക് ജോലി ലഭിച്ചു. 3000-ഓളം പേർ പട്ടികയിൽ ഉൾപ്പെട്ടു. 113 കമ്പനികളാണ് മേളക്കെത്തിയത്. ഉദ്ഘാടന ചടങ്ങിൽ തന്നെ മരിയൻ അപ്പാരൽ ഉടമ സജിൻ 700 വനിതകൾക്കുള്ള ഓഫർ ലെറ്റർ ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന് കൈമാറി. തിരുവനന്തപുരം ആസ്ഥാനമായ ഓറൈസേഴ്സ് ഇന്ത്യ മേധാവി വിജേഷ് വേണുഗോപാൽ 25 പേർക്ക് നിയമനം നൽകുന്ന ഉത്തരവ് ഉദ്യോഗാർത്ഥികൾക്ക് കൈമാറി. കൂടാതെ കണ്ണൂർ കാൽട്രോൺ ടെക്നിക്കൽ ഡിപ്ലോമയുള്ള 60 ഉദ്യോഗാർത്ഥികളെ ഇന്റേൺമാരായി തിരഞ്ഞെടുത്തു. ഇവർക്ക് പ്രതിമാസം 9000 രൂപ സ്റ്റേറ്റ്മെന്റ് ലഭിക്കും. മേളയിൽ 8000 ഉദ്യോഗാർത്ഥികൾ അഭിമുഖത്തിനെത്തി. 445 തൊഴിൽ വിഭാഗങ്ങളിലെ 35,000-ലധികം ഒഴിവുകളിലേക്കുള്ള അഭിമുഖമാണ് നടന്നത്. ഒരു ഉദ്യോഗാർത്ഥിക്ക് തന്നെ 5 തസ്തികകളിലേക്ക് അപേക്ഷിക്കാമെന്നതിനാൽ ഒരാൾക്ക് വിവിധ കമ്പനികളുടെ അഭിമുഖത്തിൽ പങ്കെടുക്കാമെന്നതായിരുന്നു മേളയുടെ ഏറ്റവും വലിയ സവിശേഷത. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ രാവിലെ 8 മുതൽ രജിസ്ട്രേഷൻ ആരംഭിച്ചിരുന്നു. 23 കൗണ്ടറുകളിലായാണ് രജിസ്ട്രേഷൻ നടന്നത്. കൗണ്ടറുകളിൽ നിന്നും ലഭിക്കുന്ന ടോക്കൺ അനുസരിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുത്തു. രാത്രി 7 മണിവരെയും അഭിമുഖം തുടർന്നു. ഇറാനിയൻ ഖുദ്സ് ഫോഴ്സിലെ പലസ്തീൻ കോർപ്സ് തലവനായി അറിയപ്പെടുന്ന സയ്യിദ് ഇസാദി കൊല്ലപ്പെടുത്തിയതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി. ഇറാനിലെ ബുമിൻ സ്ഥിതി ചെയ്യുന്ന ഒരു അപ്പാർട്ട്മെന്റിൽ നടത്തിയ ആക്രമണത്തിലൂടെയാണ് ഓപ്പറേഷൻ നടത്തിയതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിന്റെ എക്സ് വീഡിയോയും IDF പുറത്തുവിട്ടു. ഇതോടൊപ്പം IRGCയിലെ ഖുദ്സ് ഫോഴ്സിന്റെ ആയുധ കൈമാറ്റ യൂണിറ്റിന്റെ കമാൻഡറായ ബെൻഹാം ഷെഹരിയാരി കൊല്ലപ്പെടുത്തിയതായും മറ്റൊരു പോസ്റ്റിൽ വ്യക്തമാക്കി. പടിഞ്ഞാറൻ ഇറാനിൽ യാത്ര ചെയ്യുന്നതിനിടെ ഇസ്രായേലിൽ നിന്നും 1000 കിലോമീറ്ററിലധികം അകലെ ഒരു ലക്ഷ്യത്തിൽ വെച്ച് അദ്ദേഹത്തെ വധിച്ചു എന്നാണ് അറിയിപ്പ്. മരണങ്ങൾ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് സ്വീകരിച്ചിട്ടില്ല. ഖുദ്സ് ഫോഴ്സിലെ പലസ്തീൻ കോറിന്റെ കമാൻഡും ഇറാനിയൻ ഭരണകൂടത്തെയും ഹമാസിനെയും തമ്മിൽ ഏകോപിപ്പിക്കുന്ന പ്രധാന കണ്ണിയും ഒക്ടോബറിൽ 7-ലെ കൂട്ടക്കൊലയുടെ പ്രധാന ആസൂത്രകരിലൊരാളുമായിരുന്ന ഇസാദി എന്നാണ് IDF പറയുന്നത്. IRGC ഖുദ്സ് ഫോഴ്സിന്റെ കമാൻഡറായിരുന്നു ബെൻഹാം ഷെഹരിയാരി. ഏഷ്യയിലെ ഏറ്റവും വലിയ അറിവോത്സവമായ ദേശാഭിമാനി അക്ഷരമുറ്റം ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും മെഗാ ഇവന്റും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പാഠപുസ്തകത്തിനപ്പുറത്തെ വായനയിലേക്ക് വലിയ വിഭാഗം കുട്ടികളെ നയിക്കാൻ അക്ഷരമുറ്റത്തിന് സാധിക്കുന്നു എന്നതാണ് വലിയ കാര്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അക്ഷരമുറ്റം കേവലം ചോദ്യോത്തര പരിപാടിയല്ല, അറിയാനും അറിയിക്കാനും കുട്ടികളെ പ്രേരിപ്പിക്കുന്നതിനോടൊപ്പം പുതുതലമുറയെ വിവേകശാലികളാക്കി വളർത്തിയെടുക്കുന്നതിനും ശ്രദ്ധ ചെലുത്തുന്നതും ഒന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കി. കടുവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ അക്ഷരമുറ്റം ഗുഡ്വിൽ അംബാസഡർ മോഹൻലാൽ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. നല്ല സൗഹൃദങ്ങളും ബന്ധങ്ങളും സമൂഹവും ആത്മാർത്ഥതയോടെ നിലനിൽക്കണമെങ്കിൽ ഏറ്റവും അനിവാര്യമായത് സഹിഷ്ണുതയാണെന്നും നടൻ മോഹൻലാൽ. ഇതിനൊപ്പം സത്യസന്ധത, സുതാര്യത, സ്നേഹം, ഹൃദയവിശാലത എന്നിവയെല്ലാം അതിൽ പെടുന്നതാണ്. വ്യക്തിബന്ധങ്ങളിൽ മുതൽ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും സഹിഷ്ണുതയില്ലായ്മ പ്രകടമാണ്. ഈ ഒരു വ്യക്തിയുടെ എല്ലാ ഗുണങ്ങളെയും കുറവുകളെയും ഉൾക്കൊണ്ട് അയാളെ സ്നേഹിക്കുക എന്ന നന്മയാണ് സഹിഷ്ണുത. മൊബൈൽ ഫോണിനും അതിൽ നിറഞ്ഞ സാമൂഹിക മാധ്യമങ്ങൾക്കും ഒരുപാട് ഗുണവശങ്ങളുണ്ട്, അതുപോലെ ദോഷവശങ്ങളുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞ ചടങ്ങിൽ ദേശാഭിമാനി ചീഫ് എഡിറ്റർ പുത്തരത്ത് ദിനേശൻ അധ്യക്ഷനായി. മന്ത്രി പി രാജീവ് പുരസ്കാര ജേതാക്കളെ അനുമോദിച്ചു. മോഹൻലാലിന് ദേശാഭിമാനി ജനറൽ മാനേജർ KJ തോമസ് ഉപഹാരം സമർപ്പിച്ചു. റെസിഡൻസ് എഡിറ്റർ M സ്വരാജ്, CPM സംസ്ഥാന സെക്രട്ടറി അംഗം CN മോഹനൻ എന്നിവർ സംസാരിച്ചു. കല്യാശ്ശേരി മണ്ഡലത്തെ മുഴുവൻ അംഗനവാടികൾക്കും സ്നേഹകിടക്കകൾ. കല്യാശ്ശേരി മണ്ഡലത്തെ മുഴുവൻ അംഗനവാടികൾക്കും MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച സ്നേഹകിടക്കൽ വിതരണോദ്ഘാടനം M വിജിൻ MLA നിർവഹിച്ചു. എരിപുരം അടുത്തില ഫെസ്റ്റ് അംഗനവാടി
കുട്ടികൾക്ക് കിടക്കകൾ നൽകിയാണ് MLA ഉദ്ഘാടനം നിർവഹിച്ചത്. എരിപുരം മാടായി ബാങ്ക് PCC ഹാളിൽ നടന്ന ചടങ്ങിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലത്തിലെ 229 അംഗനവാടികൾക്ക് MLAയുടെ പ്രത്യേക വികസന ഫണ്ട് 5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ 656 മെത്തകൾ വാങ്ങിയത്. കയർഫെഡ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കിയത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ M ശ്രീധരൻ, TT ബാലകൃഷ്ണൻ, T നിഷ, A പ്രാർത്ഥന, വൈസ് പ്രസിഡന്റ് ഗഫൂർ മാട്ടൂൽ, കണ്ണപുരം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത, V ഏഴോം, ഗ്രാമപഞ്ചായത്ത് അംഗം ജസീർ അഹമ്മദ്, ICCDS ജില്ലാ കോർഡിനേറ്റർ ഓഫീസർ ബിന്ദു CA, കയർഫെഡ് അംഗം K ഭാർഗവൻ, അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ സെക്രട്ടറി KV ഓമന, CDPO-മാരായ ലത P നിർമ്മല, K രേണുക, പാറയിൽ ലതിക, PV എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ജൂൺ 20 മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇതിനായി 825 കോടി രൂപ വെള്ളിയാഴ്ച തന്നെ അനുവദിച്ചിരുന്നു. ഈ തുക ബാങ്കുകൾക്കും കൈമാറി. ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ ലഭിക്കുന്ന ബഹുഭൂരിപക്ഷം പേർക്കും ശനിയാഴ്ച തന്നെ പെൻഷൻ ലഭിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്കെല്ലാം വരും ദിവസങ്ങളിൽ തന്നെ പെൻഷൻ ലഭിക്കും. ഈ മാസം പ്രഖ്യാപിച്ച ക്ഷേമ പെൻഷൻ സർക്കാർ നൽകിയില്ലെന്ന KPCC അധ്യക്ഷന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വസ്തുത അന്വേഷിക്കാനോ മനസ്സിലാക്കാനോ ശ്രമിക്കാതെയാണ് പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ഈ പ്രസ്താവന തള്ളിക്കളയണമെന്നും ധനമന്ത്രി അഭ്യർത്ഥിച്ചു. പെൻഷൻ വിതരണം ചെയ്യുന്നതിന്റെ നടപടിക്രമങ്ങളും സാങ്കേതികത്വവും മനസ്സിലാക്കാതെയാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് ഏതാണ്ട് 62 ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യേണ്ടത്. ഇത് ദിവസങ്ങളെടുത്താണ് പൂർത്തീകരിക്കുന്നത്. എല്ലാ മാസവും 1 മുതൽ 15 ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് ചെയ്യാൻ അവസരമുണ്ട്. ഇത്തരത്തിൽ മസ്റ്റർ ചെയ്യുന്നവരെ കൂടി ഉൾപ്പെടുത്തിയാണ് 15 ശേഷം അതാത് മാസത്തെ ഗുണഭോക്തൃ പട്ടിക അന്തിമമാക്കുന്നത്. തുടർന്ന് പഞ്ചായത്ത് ഡയറക്ടർ നൽകുന്ന പഞ്ചായത്തിലെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് തുക അനുവദിച്ച് ഉത്തരവിറക്കുന്നതെന്നും തുക കൈമാറുന്നതും. 11ാമത് അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു. 11ാമത് അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ചു. യോഗയുടെ ദർശനങ്ങളും അനുശാസനങ്ങളും ഉൾക്കൊണ്ട് അതിനെ ഒരു കലയായി സ്വീകരിച്ചു ജീവിതചര്യയായി കാണണമെന്ന് മന്ത്രി പറഞ്ഞു. പരിപാടിയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, ജില്ലാ കളക്ടർ അരുൺ K വിജയൻ, ADM കലാ ഭാസ്കർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ എന്നിവർ നാഷണൽ ആയുഷ് മിഷൻ യോഗ ഇൻസ്ട്രക്ടർക്കൊപ്പം യോഗത്തിൽ പങ്കാളികളായി. സംസ്ഥാന ആയുഷ് വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷൻ കേരളത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി. ജില്ലാ കളക്ടർ അരുൺ K വിജയൻ മുഖ്യാതിഥിയായിരുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് രാമന്തളി സ്വദേശി ശ്രീലക്ഷ്മി സാജൻ നാഷണൽ ആയുഷ് മിഷൻ യോഗ ഇൻസ്ട്രക്ടർ എന്നിവരുടെ യോഗ ഡാൻസ് അരങ്ങേറി. ADM കലാ ഭാസ്കർ, IASM ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജഷി ദിനകർ, ഡെപ്യൂട്ടി TMO KT രേഖ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ V അബ്ദുൽ സലാം, NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ PK അനിൽകുമാർ, മുൻ നാച്ചുറോപ്പതി യോഗ മെഡിക്കൽ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ പ്രദീപ് ദാമോദരൻ, നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ KC അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിന സന്ദേശം.